ഓ സംഭാവനക്കാരായിരിക്കും. ഓണം തുടങ്ങാൻ നോക്കിയിരിക്കും ഒരു കുറ്റി എടുത്തോണ്ട് ഇറങ്ങാന്. ആ മോനെ എന്താടാ? അമ്മ, ഞങ്ങൾ ഓണത്തിന്റെ ഭാഗമായിട്ട് ഒരു ചികിത്സാ സഹായം നടത്തുന്നുണ്ട്. അപ്പൊ അമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാൻ വന്നതാ. ഇവിടെ കണ്ടിരിക്കുവാണോ? എടാ മോനെ, എന്തെങ്കിലും ഉണ്ടോ ഇങ്ങോട്ട് താടാ. ഞങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ലടാ, ഭയങ്കര പ്രയാസവും ദുഃഖവും ഒക്കെയാ. എന്തെങ്കിലും താ അമ്മേ, ഒരു ചികിത്സാ സഹായത്തിനല്ലയോ. എന്നാ മോനെ 10 രൂപയേ ഉള്ളു, വേറെ ഒന്നുമില്ലടാ. 10 രൂപ? നിങ്ങളുടെ വീട്ടുപേര് കിടങ്ങിൽ നിന്നല്ലയോ, മാറ്റി കിഴങ്ങിൽ നിന്നല്ലോ ആക്ക്. എടാ മോനെ, നിന്റെ വല്ലതും കൊണ്ടേ കൊടുക്ക്, ചികിത്സാ സഹായവാ. അമ്മയാണമ്മ ഇത് 500. മോന് നല്ലത് വരുവാടാ, മോന് നല്ലത് വരും. കണ്ടതല്ലേ, കണ്ടു പടി. നിനക്ക് എവിടുന്നാടാ 500 രൂപ? നിനക്ക് ഇത്രയും നല്ല മനസ്സൊക്കെ ഉണ്ടോ? അമ്മ 10 രൂപ എടുത്തപ്പോ പേഴ്സിൽ നിന്ന് താഴെ വീണ് 500 കൊണ്ടുതരാൻ വന്നതാ ഞാൻ. ഓ രാവിലെ തന്നെ എന്റെ 500 രൂപ നീ കളഞ്ഞല്ലോടാ. എന്റെ കയ്യിലിരുന്ന് 500 കണ്ടപ്പം വിചാരിച്ചില്ലേ അത് എന്റെ 500 ഈയടാ, അതായിരിക്കും തട്ടിപ്പറിച്ചെടുത്ത് അങ്ങ് കൊടുത്തത്. എന്തായാലും ചികിത്സാ സഹായമല്ലേ, ആരെങ്കിലും പോയി രക്ഷപ്പെടട്ടെ. ഓ അടുത്ത പിരിവുകാരാന്ന് തോന്നുന്നു. വീട് പൂട്ടി എവിടെങ്കിലും പോകേണ്ട അവസ്ഥയാ. ഉണ്ണിമോനെ ആരാന്ന് നോക്കിക്കേടാ അത്. ഓ പിരിവുകാര, ആരെയും കാണുന്നില്ലല്ലോ. അമ്മോ, സുധിയാണനാ. അമ്മ തെങ്ങുന്തൈ നടാൻ പറഞ്ഞില്ലായിരുന്നു? എടാ നിന്നോട് എത്ര ദിവസം കൊണ്ട് പറയുന്നതിനകത്ത് ഇതാണോടാ നിന്റെ സുധിയണ്ണനാ പിരിവുകാര്? എന്താ മോനെ? ചേച്ചി, ഞങ്ങൾ ഓണത്തിന്റെ ഭാഗമായിട്ട് ഉണ്ണിക്കുട്ടനെ ലോൺ മൊത്തത്തിൽ അടച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തരണേ. ഒറ്റ ഐഡിയ ഉള്ളു, നോക്ക. എൻ്റെ പൊന്നുമോനെ, ഞങ്ങൾ വാടകയ്ക്കാടാ ഇവിടെ താമസിക്കുന്ന. മോൻ്റെ വല്ലതും ഉണ്ടോ ഞങ്ങൾക്ക് താടാ. ഇതെല്ലാം ജപ്തിയാകും മോനെ. എൻ്റെ പൊന്നുമക്കളെ, EMI ഒക്കെ ഉണ്ടടാ ഞങ്ങൾക്ക്. എൻ്റെ പൊന്നുമോനെ, കൈ വല്ലതും ഉണ്ടോടാ? ഞങ്ങളെ സഹായിരടാ. ഈ കാണുന്ന എല്ലാം മരവാ മക്കളെ, മൊത്തം ലോണാ. എൻ്റെ പൊന്നുമോനെ, ഞങ്ങൾക്ക് എന്തെങ്കിലും താടാ. ഒരു 500 രൂപ ഉണ്ട് അമ്മയ്ക്ക് താ മോനെ. അരി പോലും മേടിച്ചില്ല മോനെ, ഓണമല്ലയോ മക്കളെ. എന്നാ അമ്മ, ഇന്ന് രാവിലെ കിട്ടിയ 500 ഇത് അമ്മ വെച്ചു. രാവിലത്തെ 500 അങ്ങ് ബാലൻസ് ആയി. ഇവിടെ എങ്ങാണ് ആരെങ്കിലും വന്ന ഞാൻ ഇല്ലെന്നേ പറയാവുള്ളു. മേലാല ശൈലാമോ, ശൈലാമേ, പിരിവാരല്ല, ഇങ്ങോട്ടൊന്ന് വരണേ, ഞാനാ. എന്താ മോനെ? എന്താടാ? ശൈലാമേ, അത്യാവശ്യമായിട്ട് ഒരു 500 രൂപ കടം തരാവോ? ഓണം അല്ലയോ, കയ്യിലെങ്ങും ഒന്നുമില്ല. കോപ്പ് കയ്യിലില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ നിൽക്കും. ഇനി എന്തോ ചെയ്യും? ഒരു ഐഡിയ ഉണ്ട്. ഉണ്ണിയേ, അമ്മയുടെ പേഴ്സിൽ 500 രൂപ ഉണ്ടോ നോക്കിക്കാൻ മോനെ, ഇവന് കൊടുക്കാന്. സിഗ്നൽ കിട്ടിയില്ലല്ലോ മോനെ. കാണത്തില്ലായിരിക്കും, എന്നാലും നോക്കണേ. അപ്പൊ ഇല്ലെന്ന് പറയണം. മോനെ ഒന്ന് നോക്കടാ. കൊണ്ടേ തരാം മോനെ. അമ്മേ, പൈസ ഇല്ല കേട്ടോ. ഇല്ലയോ മോനെ? കണ്ട മോനെ, ഞാൻ അന്നേരേ പറഞ്ഞില്ലേ, പേഴ്സിലും ഇല്ല, അക്കയുടെ കയ്യിലും ഒന്നുമില്ല. ഉള്ളപ്പം വാ മോനെ, തരാം. അമ്മയുടെ കൊള്ളിച്ചുള്ള പറച്ചിൽ മനസ്സിലായി അത് സിഗ്നലാന്ന്. സിഗ്നലൊക്കെ കേട്ട് പൈസ ഇല്ലെന്നൊക്കെ പറയാൻ പഠിച്ച്. ഓ അടുത്ത ആള് വീണ്ടും വന്ന്. ഇനി ഒരൊറ്റ ഐഡിയ ഉള്ളു. ഇവിടെ ആരും ഇല്ലേ? 7ാമത് സപ്താഹത്തിന്റെ പിരിവിന് വന്നതാണ്, എന്തെങ്കിലും തരണേ. എൻ്റെ മോനെ, ഞാനിവിടുത്തെ വേലക്കാരിയാ. ഓണത്തിന് പോലും ശമ്പളവും തന്നില്ല, അവധിയും തന്നില്ല. ആ തെണ്ടികള് നാറികൾ എന്നിട്ട് എന്നെ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്തു. എങ്ങാണ്ട് കറങ്ങാൻ പോയേക്കുന്ന അവര്. അറിയാവോ? എന്റെ കോലം കണ്ടാ അറിയത്തില്ലയോ മോനെ, അമ്മ ഇവിടുത്തെ വേലക്കാരിയാണെന്ന്. കോലം കണ്ടിട്ട് ക്ഷീണമുള്ളതായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ, നല്ല തട്ടാണല്ലോ. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളു. ഗേറ്റ് തുറന്ന് റോഡിൽ വന്ന് ഇടത്ത് നോക്കി വലത്ത് നോക്കി വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റ് പൂട്ടി നല്ല രീതിക്കങ്ങ് പൂട്ടണം. എന്നിട്ട് വീണ്ടും ആരും അറിയാതെ നമ്മൾ മതിൽ ചാടി അകത്ത് കയറണം. അതേ ഉള്ളൊരു വഴി. ഓണം കഴിയുന്നിടം വരെ ഗേറ്റ് അങ്ങ് പൂട്ടിയിട്ടേരെ, അതാ നല്ലത്. ഇതാരെ ഗേറ്റ് പൂട്ടിയിട്ടും ഗേറ്റിലിട്ടങ്ങ് അടിക്കുന്നേ? അമ്മോ, താടെ പെങ്ങള് വന്നിരിക്കുന്നു, അച്ഛന്റെ പെങ്ങള്.